ഇന്ന് ഞാൻ നിങ്ങളിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഗ്രിൽ ചിക്കനാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ഇത് ഗ്യാസ് ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്രോവേവിലോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഓവനിലോ ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. ഞാൻ അതിനായിട്ടൊരു ജാറ് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ചുവന്നുള്ളി ഒരു 2-3 എണ്ണം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. അതുപോലെ ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞത്, ചെറിയ തക്കാളിയാണ് ഒരെണ്ണം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളക് ഒരു 3-4 എണ്ണം, മുട്ട ഒരെണ്ണം, ഒരു നാരങ്ങയുടെ നീര്, അതുപോലെ കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് ഇറച്ചിക്കും കൂടെ ചേർത്തുള്ള കണക്കാക്കി ഉപ്പ് ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു നുള്ളു കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് കസൂരി മേത്തി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ ഒലിവ് ഓയിൽ 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിൽസ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഞാൻ 2 ടേബിൾ സ്പൂൺ കട്ടത്തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഗ്രിൽ ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അത് ഓപ്ഷനിലാണ്. ഇനി നമ്മളിതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു 2 ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോയോളം 1-200 വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നന്നായിട്ട് നമ്മളിവിടെ ഒന്ന് വരഞ്ഞ് കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല നമുക്ക് കുറച്ചെടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ആദ്യമേ ഒന്ന് വരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടെ നമ്മൾ ഈ മസാല നന്നായിട്ടൊന്ന് കൈകൊണ്ട് തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ നമ്മൾ ഈ വരഞ്ഞേക്കുന്നതിൻ്റെയൊക്കെ ഉള്ളിലൂടെ നന്നായിട്ട് കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ച് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 3-4 മണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് ഇതിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോളും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 2-3 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്രില്ല് ചെയ്യുന്ന ഈ റാഡിലേക്ക് നമുക്ക് ചിക്കനൊക്കെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഇത് നല്ല ടൈറ്റാക്കി ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചിറക് ഒക്കെ നമ്മൾ ഇതുപോലെ സ്കിന്നിൻ്റെ അടിയിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് ഗ്രില്ല് ചെയ്യുന്ന ടൈമിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചിറകൊക്കെ തൂങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും വരാതെ ഇത് നന്നായിട്ട് ഫിക്സ് ചെയ്ത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓവൻ ഒരു 200 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി ആദ്യത്തെ ഒരു 15 മിനിറ്റ് നേരം നമുക്കൊരു 200 ഡിഗ്രി തന്നെ ഇത് ഗ്രില്ല് ചെയ്തെടുക്കണം. ഇനി അതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് ഒരു 150 ഡിഗ്രിയിൽ ഒരു 1.25 മുതൽ ഒരു 1.5 മണിക്കൂർ വരെ നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം വളരെ സ്ലോ ആയിട്ട് തന്നെ പതുക്കെ ചെറുതീ തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വളരെ സ്ലോ ആയിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1.25 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കനൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് നന്നായിട്ട് ഇത് ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.